ഷൈൻ ടീച്ചറുടെ പരാതിയിൽ അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും പോലീസ് റെയ്ഡ് ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ എന്തൊക്കെയാണ്, അതുപോലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട് ഷിബിലി. ഇന്നിപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അദ്ദേഹം ആലുവയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ ഇതേവരെ അവിടെ നിന്ന് ഇറക്കിയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം പക്ഷേ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ എറണാകുളത്തെ കോടതിയിൽ ഹാജരാക്കും ഉടനെ തന്നെ. പക്ഷേ അത് ചിലപ്പോൾ ഒരു 4 മണിക്കോ 3 മണിക്കോ ശേഷമായിരിക്കാനാണ് സാധ്യത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതേ സമയം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും പരിശോധന നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ ദേവദത്ത് മാത്രമേ അവിടെ ഉള്ളൂ. ദേവദത്ത് ഒരു നിയമ വിദ്യാർത്ഥിയാണ്. ആ നിയമ വിദ്യാർത്ഥിയുടെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പോലീസ് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് വാർത്തകളിലൂടെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഷിബിലി ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ക്രൈം 21/2025 എന്ന് പറയുന്ന കേസ് നമ്പർ ഇട്ട് കേസിൽ ക്രൈമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതിൽ ചേർത്തിട്ടുള്ള വകുപ്പുകൾ പക്ഷെ വളരെ വിചിത്രമാണ്. അതൊന്നും തന്നെ ഈ കേസ് നടന്നു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിൽ നിലനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അങ്ങനെ നിലനിൽക്കണം എന്നുള്ളതൊന്നുമല്ല ഗവൺമെൻറ് ഒരു താല്പര്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഷാജഹാനെ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് സ്പീഡ് കുറക്കുക അല്ലെങ്കിൽ നിശബ്ദനാക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് ഉണ്ട്. അതിൽ വകുപ്പുകൾ പറഞ്ഞിട്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. വകുപ്പുകൾ ആദ്യത്തേത് ഷിബിലി BNS 78 എന്ന് പറയുന്ന വകുപ്പാണ്. വളരെ വിചിത്രമായിട്ടുള്ള വകുപ്പാണ്. അത് സ്റ്റോക്കിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണ്. സ്റ്റോക്കിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ, ഒരു സ്ത്രീയെ നമ്മൾ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ നിരന്തരമായി മെസ്സേജുകൾ അയക്കുക, ഫോൺ വിളിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഈ കേസിൽ നിലനിൽക്കില്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എന്ത് അറിയാം. ഈ ഇതിലെ പരാതിക്കാരിയെ KM ഷാജഹാൻ ഫോണിൽ വിളിക്കുകയോ നിരന്തരമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കിംഗ് അങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല. പിന്നെ 79 എന്ന് പറയുന്നത് BNS മറ്റൊരു വകുപ്പാണ്. ആ BNS 79 എന്ന് പറയുന്ന വകുപ്പ് ഒരു സ്ത്രീയുടെ പ്രൈവസിയെയും അതേപോലെ മോഡസ്റ്റിയെയും ബാധിക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറിയാലൊക്കെ ഉള്ളതാണ്. അത് 3 വർഷത്തെ പണിഷ്മെൻ്റ് ഉള്ള വകുപ്പാണ്. അതും ഈ കാര്യത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുക എന്ന് നമുക്കറിയില്ല. ഒരു കാരണവശാലും ഈ കേസിൽ അത് നിലനിൽക്കാൻ സാധ്യതയില്ല. പക്ഷേ കേസിൻ്റെ അവസാന വെർഡിക്റ്റ് വരുന്നത് വരെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പ്രോസസ് ഈസ് എ പണിഷ്മെൻ്റ് എന്ന് പറയും. അതായത് ഇതിൻ്റെ പ്രക്രിയ തന്നെ ഒരു വലിയ പണിഷ്മെൻ്റായി മാറും. അപ്പോൾ അതാണിപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് ഇവിടെ വരികയും ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകാൻ വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിക്കുകയും പോലീസ് കൊണ്ടുപോവുകയും ഏതാണ്ട് 7 മണിയായപ്പോൾ പറഞ്ഞു വിടുകയും പിന്നെ വെളുപ്പിന് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ ബസ് സ്റ്റാൻഡിലാട്ടെ വെളുപ്പിന് വരെ ഇരിക്കുകയും 3:30 വരെ ഇരിക്കുകയും അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കിടന്ന് ഉറങ്ങുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം വന്ന് പോലീസ് ഇത് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീണ്ടും അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ വീട്ടിലുള്ളപ്പോൾ മകൻ്റെ പോലീസ് ലാപ്ടോപ്പ് മുതൽ മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞിട്ട് എറണാകുളത്തെ പോലീസ് വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊരു പ്രോസസ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷ്മെൻ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്രിയ, അന്വേഷണം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ നമുക്ക് വലിയ ബാധ്യതയും ബുദ്ധിമുട്ടുമായി മാറും. അത് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇതിൽ ഈ FIR ഇട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തതല്ല. കാരണം അദ്ദേഹം ചെയ്ത വീഡിയോകളാണ് ആ ക്രൈം. വീഡിയോകൾ ഇപ്പോഴും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഷിബിലി പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു പരാതി കൊടുത്തു. ആദ്യത്തെ പരാതിയിലാണ് വിളിച്ച് മൊഴിയെടുത്തിട്ട് എന്ത് ചെയ്തത്, തിരിച്ചു വിട്ടത്. കാരണം ആ പരാതിയിൽ അറസ്റ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ വീണ്ടും ഇന്നലെ ഒരു പരാതി കൂടി കൊടുത്തിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോ ഒക്കെ കൂടി കണക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പേര് വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. ആദ്യത്തെ വീഡിയോയിൽ പേരില്ല, രണ്ടാമത്തെ വീഡിയോയിലും അദ്ദേഹം മൂന്നാമത്തെ വീഡിയോ FIRന്റെ കാര്യം പറഞ്ഞ് ചെയ്തതിലൊന്നും പേരില്ല. പക്ഷേ അത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പേര് വെളിപ്പെടുത്തി എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കേസ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത ഷിബിലി 361(2) അതെന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷനാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കാര്യം ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് അത്തരത്തിലുള്ളൊരു കേസ്. അതുമൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. പിന്നെ അടുത്തത് ചേർത്തേക്കണമെന്ന് പറയുന്നത് ഇത് 192 അത് കലാപമുണ്ടാക്കുക എന്ന് പറയുന്നതാണ്. 1 ഇയറിൻ്റെ ഇംപ്രിസൺമെൻ്റ് ആണ്. കലാപം ഉണ്ടാക്കൽ ഇതുകൊണ്ട് എങ്ങനെയാണ് സാധ്യമാകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇത് നേരത്തെയും സ്വപ്ന സുരേഷിനും അതുപോലെ തന്നെ മറ്റു പലർക്കും എതിരെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തിരുന്നു. അതുകൊണ്ട് അതിനൊക്കെ സാധാരണ ഇടുന്നൊരു കാര്യം മാത്രമാണ്. ഇതൊന്നും കോടതിയിൽ നിലനിൽക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ അടുത്തത് IT ആക്ടിലെ 67 ആണ്. 67ഉം 67A ഒക്കെ തന്നെ ഏതാണ്ട് ഒന്നാണ്. അത് 2 വകുപ്പുകളിട്ടുണ്ട്. IT ആക്ടിലെ 67 എന്ന് പറയുന്നത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതിൻ്റെയും ഈ 67A ഒക്കെ ഒരേ കുറ്റകൃത്യം തന്നെയാണ്. അതായത് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചിട്ടാണ് 67 67A ഒക്കെ ഉണ്ടാവുക.
അതിൻ്റെ കുറ്റകൃത്യത്തിൽ കേസിൽ പറയുന്ന ഒരു കാര്യം ഷിബിൽ അറിയേണ്ടത് ഒബ്സീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് അശ്ലീലം കലർന്നിട്ടുള്ള വീഡിയോകൾ എന്ത് ചെയ്യുക, സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന വീഡിയോകൾ, അത് സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേസ് ഈ 67A എന്ന് പറയുന്ന ഒരു ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ വരും. അതാണ് അദ്ദേഹത്തിൻ്റെ പുറത്തിട്ടിട്ടുള്ളത്. രണ്ടാമത്തത് അത് 2000-ൽ വന്നിട്ടുള്ള ഒരു ആക്റ്റാണ്. പിന്നെ അടുത്തത് കേരള പോലീസിലെ ഒരു ആക്റ്റാണ് ഷിബിലി, അത് 120O എന്ന് പറയുന്ന ഒരു ആക്റ്റാണ്. അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു പേഴ്സണെ നമ്മൾ ഒരു ന്യൂസൻസായി മാറുക, നമ്മളൊന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷനിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ തന്നെ ഒരു ന്യൂസൻസായി മാറുക എന്ന് പറയുന്ന ഒരു കേസാണ്. ഈ 120A സാധാരണ ഒറ്റക്കെടുക്കാൻ കഴിയില്ല. ഒറ്റക്കെടുക്കണമെങ്കിൽ അത് കോടതിയുടെ അനുമതിയൊക്കെ വേണം. അപ്പോൾ അല്ലാതെ എന്ത് ചെയ്യാം, കേസുകൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഏതെങ്കിലും വകുപ്പിൻ്റെ ഒപ്പം ഇത് ചേർത്ത് വെക്കാം. അത്തരത്തിലുള്ള ഒരു വകുപ്പാണ്. അത് ആർക്കെതിരെയും എടുക്കാവുന്ന ഒരു വകുപ്പാണ്. അത് സാധാരണ ഒരു പെറ്റി കേസാണ്. ഫൈൻ അടച്ചുകൊണ്ട് 2000 രൂപ ഫൈൻ അടച്ചുകൊണ്ട് എന്ത് ചെയ്യാം, പോകാവുന്നൊരു വകുപ്പാണ്. അപ്പോൾ അത് അത്തരത്തിലുള്ള വകുപ്പുകളാണ്. ഈ വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ ഭംഗിയായിട്ട് ഇത് FIR എഴുതിയിട്ടുള്ള പോലീസുകാർക്കോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഭരണകൂടത്തിനോ ഒക്കെ അറിയാം. പക്ഷെ താൽക്കാലികമായി ഇത് വലിയ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ആ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഇപ്പോൾ മകൻ്റെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പിടിച്ചെടുക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ളൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഷിബിലി അറിയേണ്ടത് അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അപ്പം അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുക അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല. അത് അദ്ദേഹം നേരിടാൻ തയ്യാറാണ്. ഇതിനു മുമ്പ് 2017 എൻ്റെ ഓർമ്മ, ജിഷു പ്രണോയുടെ അമ്മ വന്ന് അവിടെ വലിയ സമരം നടത്തുമ്പോൾ അത് കാണാൻ ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും 8 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ തങ്കമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെ നിരാഹാര സമരം നടത്തുകയും അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്, ആ കേസിൽ നിന്ന് വിടുതൽ നേരിട്ടുള്ളത്. അപ്പം ജയിലിൽ കിടക്കലൊന്നും KM ഷാജഹാനെ സംബന്ധിച്ച് പ്രശ്നമല്ല. കാരണം അദ്ദേഹത്തോട് അല്ലെങ്കിൽ മറ്റ് നിരവധി ആളുകൾ പറഞ്ഞതാണ് ഈ പറയുന്ന മുൻകൂർ ജാമ്യത്തിന് എന്ത് ചെയ്യാൻ അപേക്ഷിക്കാൻ. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല എന്ന വകുപ്പുകൾ നോക്കിയപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തോട് പലരും പറഞ്ഞിരുന്നു ഇത് വകുപ്പുകൾ വീണ്ടും മറ്റു വകുപ്പുകൾ ചിലപ്പോൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കേട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ എന്താണെങ്കിലും ജാമ്യം കൊടുക്കണോ വേണ്ടതെന്നുള്ളത് പ്യുവർലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മജിസ്ട്രേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കേസുകൾ ആത്യന്തികമായി ഈ വകുപ്പുകൾ ഇട്ടത് തെളിയിക്കാൻ പറ്റുമോ, നിലനിൽക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് നിലനിൽക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ഒരു സ്പീഡ് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം ഷിബിലി, ഈ കേസിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നോ എന്ന് പറയുന്ന തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കേസ്, ആദ്യത്തെ കേസ് കാരണമായിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്കുള്ള വേണമെങ്കിൽ ഒരു ഒളിഞ്ഞുനോട്ടമായി ഒരു വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യണോ എന്നുള്ളത് അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നോ എന്നൊക്കെ ഉള്ളത് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ചെയ്യണമെന്നല്ല കേട്ടോ, കാരണം ചെയ്യുമ്പോൾ എനിക്കറിയില്ല. കാരണം ഞാനൊരു 2 ആഴ്ചയായിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്നായിട്ട് വിളിക്കുന്നുണ്ടായില്ല. അപ്പോൾ അതിനുശേഷം ഈ വീഡിയോക്ക് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഷിബിലി, ഇത് വ്യക്തിപരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻസിനില്ല, അവരെപ്പോഴും ട്രാൻസ്പെറൻ്റായി പബ്ലിക്കിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ് എന്നൊക്കെയുള്ള വാദമാണ്. ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഇത് 2 പേര് തമ്മിലുള്ള വ്യക്തിപരമായ ഒരു കാര്യമാണെങ്കിൽ അതിനെന്താണ് ഒരു വീഡിയോ ചെയ്യാൻ മാത്രം പ്രസക്തി എന്ന് ഞാൻ കൃത്യമായി ചോദിക്കുകയും എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായി അദ്ദേഹത്തോട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു ഇഷ്യൂവും പ്രശ്നവും വരുമ്പോൾ അതിന് ബദലായി ഇത്തരം ഒരു കാര്യം ഉയർത്തുകയാണ് എന്നുള്ളത് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇതിനദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ന്യായങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ വിയോജിപ്പ് വളരെ ശക്തമായിട്ട് എന്ത് ചെയ്തു പറഞ്ഞു. ഇതാണ് ഈ കേസിന്മേലുള്ള കാര്യം എന്ന് പറയുന്നത്. സാറിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു കേസ് KM ഷാജഹാൻ്റെ വീഡിയോയുടെ വേഗത കുറക്കുന്നുള്ളത്. ഇങ്ങനെ വേഗത കുറച്ചതുകൊണ്ട് ഗവൺമെൻറ്റിന് എന്താണ് നേട്ടം? അല്ല, ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ കേസ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എടുത്തപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചെടുക്കാനോ അദ്ദേഹത്തിന് ആവശ്യമുള്ള സുരക്ഷ കൊടുക്കാനും ഒക്കെ അവർ തയ്യാറായി. ഫോൺ മാത്രമേ അവർ പിടിച്ചെടുത്തുള്ളൂ, ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം വീണ്ടും ഒരു നിരവധി വീഡിയോകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിരവധി വീഡിയോകൾ അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഷൈൻ ടീച്ചർ ഉയർത്തിയിട്ടുള്ള ചില വാദങ്ങൾക്ക് സമൂഹത്തിൽ വലിയ
തോതിലുള്ള പിന്തുണ കിട്ടിയിരുന്നു. അത് സത്യമാണ്. കാരണം ഇത്തരത്തിൽ ഉള്ള ഒരു കാര്യത്തിൽ ഒരാൾ അപമാനിക്കപ്പെടുമ്പോൾ അത് വളരെ മോശമാണല്ലോ എന്ന് പറയുന്ന ചിന്തകൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും കൂടി ഉണ്ടാക്കിയിരുന്നു. അത് തീർച്ചയായിട്ടും ഷൈൻ ടീച്ചർക്ക് വലിയ തോതിലൊരു മൈലേജ് ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ഷിബിലിയോടൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരോട്, അത് അവർക്ക് വേണമെങ്കിൽ അടുത്തവിടെ ഒരു സീറ്റ് പോലും LDF അല്ലെങ്കിൽ CPM ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള മൈലേജ് ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷെ ആ മൈലേജ് ഉണ്ടാക്കിയതിനോടൊപ്പം ഈ KM ഷാജഹാൻ വീണ്ടും നിരന്തരമായി പല വീഡിയോകളും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് ഉമ്മൻചാണ്ടി അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന പോലെ P ശശിയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. പിന്നെ കണ്ണൂരത്തെ ഒരു MLA, അദ്ദേഹത്തിൻ്റെ പേര് ഞാനും പറയുന്നില്ല കാരണം KM ഷാജഹാൻ തന്നെ പറയാത്തതുകൊണ്ട്, ഒരു MLA അനുഭവിക്കുന്ന മനോവ്യഥയെക്കുറിച്ച് ടീച്ചറിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ സീരിയസ് ആയിട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഷിബിലി, യഥാർത്ഥത്തിൽ ഇനിയും ഞാൻ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോകൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോൾ 1 ലക്ഷം പേരും 1.5 ലക്ഷം പേരും 2 ലക്ഷം പേരും ഒക്കെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ CPMന് കിട്ടിയിട്ടുള്ള ഒരു വലിയ മൈലേജ്, അത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസും അതിനുശേഷം ഷൈൻ ടീച്ചറിൻ്റെ കേസ് ഉണ്ടായപ്പോൾ ഷൈൻ ടീച്ചറിൻ്റെ കേസ് പോലും വളരെ ഗണ്യമായി വളരെ കൃത്യമായിട്ടുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അത് അനുകൂലമാക്കാൻ കഴിഞ്ഞു. അത് യഥാർത്ഥത്തിൽ ആ വീഡിയോ KM ഷാജഹാൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആദ്യത്തെ വീഡിയോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം എന്ത് ചെയ്തിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പൊളിഞ്ഞുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് പൊളിക്കാൻ KM ഷാജഹാൻ്റെ ഇനി നിരന്തരമായിട്ടുള്ള വീഡിയോകൾക്ക് വലിയ പ്രശ്നം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി. ഒന്ന്. രണ്ടാമത്തേത് ഷിബിലി, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് CPMഉം അതുപോലെ LDFും ഒക്കെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഒരു സ്ട്രാറ്റജിക്കലി ഈ KM ഷാജഹാൻ വലിയ തലവേദനയാകുമെന്ന് പറയുന്ന തോന്നൽ അവർക്ക് പെണ്ണുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ LDFന് അയ്യപ്പ സംഘവും NSSും SNDPയും പോലെയുള്ള ആ സംഘടനകളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് 2026 അടുത്ത ഒരു 6-7 മാസങ്ങൾ കൊണ്ട് ഇത് ജയിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീതി യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നതിൽ LDF വിജയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷിച്ച CPM വിജയിച്ചിട്ടുണ്ട്. ആ CPM വിജയിക്കുമ്പോഴും CPMൻ്റെ ഒരു ഭയം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ CPM അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളിൽ നിന്ന്, ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിൽ നിന്ന്, വൈരുദ്ധ്യാത്മിക ബൗദ്ധികവാദത്തിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്ന, സോഷ്യലിസം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഐഡിയോളജികളിൽ നിന്നൊക്കെ അകലുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അകന്ന് പോകുമ്പോൾ, അതായത് ഇത്തരത്തിലുള്ള ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമസ്തയിൽ നേരത്തെ പിളർപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെ തന്നെ മലബാറിലൊക്കെ തന്നെ വലിയ തോതിൽ KT ജലീലിനെയും അബ്ദുറഹ്മാനെയൊക്കെ ഉപയോഗിച്ച് പിളർപ്പുണ്ടാക്കാനും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ BJPയിലേക്ക് പോകുമായിരുന്ന ഒരു 10-12 ലക്ഷം വോട്ടുകളെങ്കിലും NSSനെയും SNDPയും ഒക്കെ പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ളതും BJPയുമായിട്ട് അടിയിലൂടെ ചില അന്തർധാരകളുണ്ട് എന്നുള്ളതുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ നഷ്ടം വരാൻ നിൽക്കുന്ന ഒരു ഏരിയ ഏതാണെന്നറിയാമോ ഷിബിലി? ഏതാണ്? അതാണ് ഞാൻ ഇന്നലെ VD സതീശനോട് പറഞ്ഞത്, നിങ്ങൾക്കുള്ള വോട്ടുകൾ അതാണെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ സോഷ്യലിസവും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു വലിയ ഇടതുപക്ഷ സമൂഹം ഇവിടെ ഉണ്ട്. ആ സമൂഹവും പ്ലസ് ഈ പറയുന്ന പോലെ CPMൻ്റെയും LDFൻ്റെയും ഒക്കെ അനുഭാവികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ CPMനും LDFനും കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിലെടുത്ത് 90-95 ലക്ഷം വോട്ടാണ്. ആ 95 ലക്ഷത്തോളം വരുന്ന വോട്ടുകളിൽ ഈ പറയുന്ന പോലെ ഷിബിലി അറിയേണ്ടത് ഒരു 10, 15, 20 ലക്ഷം വോട്ടുകളെങ്കിലും യഥാർത്ഥ CPMകാരായി സാധാരണ പണിയെടുത്ത് ജീവിതത്തിൽ എന്തെങ്കിലും സോഷ്യലിസം വരുമെന്നും ഇവിടെ കമ്മ്യൂണിസം വരുമെന്നും അങ്ങനെ ഒരു നാളെ സ്വപ്നം കണ്ടുനോക്കി പാർട്ടിയിലേക്ക് വന്ന നിരവധി ആളുകൾ ഉണ്ട്. അവരുടെയൊക്കെ വോട്ടുകളെ വേണമെങ്കിൽ കൃത്യമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാളാണ് ആര്? KM ഷാജഹാൻ. മനസ്സിലായി? അവരുടെ കൂടി ഒരു പ്രതിനിധിയാണ് KM ഷാജഹാൻ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികളിൽ നിലനിന്ന VS അച്യുതാനന്ദൻ്റെ ശിഷ്യൻ എന്ന് നിരന്തരമായി പറയുന്ന ഈ ഏറ്റവും ലാസ്റ്റത്തെ വീഡിയോയിൽ പോലും ഇത് കള്ളക്കേസാണ് വിജയ, തകർക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം VS അച്യുതാനന്ദൻ്റെ ഊർജ്ജമാണ് എന്നിൽ നിറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ പണ്ട് കാലങ്ങളിൽ നേരത്തെ ഈ CPMലേക്ക് വന്ന 5.5 ലക്ഷത്തോളം എന്ന പാർട്ടി മെമ്പർമാരിൽ മിക്കവരെയും തന്നെ സ്വാധീനിച്ച് AKG പോലെയുള്ള അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ പോലെയുള്ള ഒരു ഐഡിയോളജിസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനാൽ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ് ഭൂരിപക്ഷവും. അവരൊരിക്കലും പാർട്ടിയിൽ ലോക്കൽ സെക്രട്ടറി ആയിട്ടില്ല, ഏരിയ സെക്രട്ടറി ആയിട്ടില്ല, ജില്ലാ സെക്രട്ടറിയും ഒന്നും ആയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായി കൂടി KM ഷാജഹാൻ മാറുന്നുണ്ട്. ആ വോട്ട് ബേസിൽ ഒരു വിള്ളലുണ്ടായാൽ അത് വലിയ തോതിൽ പ്രശ്നമാകുമെന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? CPMന് അറിയാം. അപ്പോൾ CPMൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു വടി കൂടി കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം?
ഇത്തരത്തിലൊരു ഷൈൻ ടീച്ചറിൻ്റെ പരാതി, ആ ഷൈൻ ടീച്ചറിന് കുറേ കൂടി വിശ്വാസം വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള മോശപ്പെട്ട കാര്യം ഇദ്ദേഹം ചെയ്തു എന്ന് പറയുന്ന തോന്നലുണ്ടാക്കാൻ സഹായിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഷാജഹാൻ്റെ സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ സ്പീഡൊന്ന് കുറക്കുക, വീടിനകത്ത് നിന്ന് തന്നെ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക. വീടിനകത്ത് ഉറപ്പായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാവും. ഇപ്പോൾ ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ മകനാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥ എന്ത് ചെയ്യും ഉണ്ടാവും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി പോകുമ്പോൾ മുതൽ ഞാൻ വിചാരിക്കുന്നത് എല്ലാ കുടുംബങ്ങളിലും അത്തരം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ മുതൽ ഇത്തരത്തിൽ ഈ നാട്ടിലുള്ള സാധാരണ ആളുകൾ വരെ സത്യം പറയാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്യാനും ഒക്കെ തയ്യാറാകുന്ന ആളുകൾക്ക് ഈ പ്രതിസന്ധി ഉണ്ടാവും. എന്ന് പറഞ്ഞിട്ട് ശിവലി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഷാജഹാൻ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ ചിലപ്പോഴെങ്കിലും അതിര് കടന്നതാണെന്നൊക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് CPM. അല്ലാതെ KM ഷാജഹാൻ അവിടെ ഇരുന്ന് ഇനി ഒരു 8 മാസം കഴിഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കുഴപ്പമൊന്നും ഇല്ല. സാറ് പറഞ്ഞല്ലോ ഇപ്പോൾ KM ഷാജഹാന് ഇതല്ലാതെ മറ്റു വിയോജിപ്പുകൾ ഈ സർക്കാരിനുണ്ട് എന്നുള്ളത്, അതെന്താണ്? സർക്കാരിനല്ല ഷിബിലി, എനിക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? സർക്കാരിനോട് നമുക്ക് വല്ല വിയോജിപ്പുണ്ടാവും. കാരണം അദ്ദേഹം ഇപ്പോൾ ഷിബിലിയോട് വളരെ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം ഞാൻ ചെയ്തൊരു വീഡിയോ കണ്ടിട്ടാണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത് എന്ന് പറഞ്ഞു. ആദ്യം എന്നെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്തരം ചെറിയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് എന്നോട് ചോദിച്ചു. നിങ്ങൾ കുറേ കൂടി വലിയ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു വീഡിയോ ചെയ്തു. ഞാൻ ആ വീഡിയോ തിരക്കിൻ്റെ ഇടക്കൊന്നും കണ്ടില്ല. ഷിബിലിക്ക് അറിയാം, നിലമ്പൂരായിരുന്നു, അപ്പോൾ തിരക്കിൻ്റെ ഇടക്ക് കണ്ടില്ല. പക്ഷേ അദ്ദേഹം തന്നെ എന്നെ വിളിച്ചിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കാണൂ എന്ന് പറഞ്ഞു. ചില ആളുകളൊക്കെ മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പലപ്പോഴും വിമർശിക്കുമ്പോൾ ഒരു കൈവിട്ട എന്ത് ചെയ്യും വിമർശനങ്ങൾ ഉണ്ടായിട്ട്. ആ വീഡിയോ ഞാൻ രാത്രി ഒരു 10-10 ബുദ്ധിമുട്ടിയാണ് കാണുന്നത്. ഷിബിലിക്കൊക്കെ അറിയാം, നമ്മുടെ തിരക്കാരണം 10 റൂമിലെത്തിയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നത്. ഇദ്ദേഹം വീണ്ടും എന്നെ വിളിച്ചു, വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും ചില പരാമർശങ്ങളൊക്കെ എന്നെ വല്ലാതെ നടുക്കി. ഞാൻ എന്നിട്ട് ആ രാത്രി തന്നെ അദ്ദേഹത്തെ വിളിക്കുകയും നിരവധി തവണ സംസാരിക്കുകയും ഞാൻ യഥാർത്ഥത്തിൽ വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് ഞാൻ പറയുന്നത് ഇപ്പം ഈ വിഷയത്തിലും ഞാൻ അങ്ങനെ ഒരു വിയോജിപ്പ് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത് ഇത്തരത്തിൽ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല. ഇപ്പം ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരു അധാർമികമാണ്, വ്യക്തിപരമായ ധാർമ്മികതയുടെ പ്രശ്നമാണ് എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ ഈ വിഷയമല്ല പറയുന്നത്. ഇപ്പം 2 പേര് തമ്മിൽ അവർ തമ്മിലൊരു സ്നേഹമുണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവരവരുടെ വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ അത്ര ധാർമ്മികത പുലർത്തുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. പക്ഷെ പ്രശ്നം അതിനൊന്നും ഒരു ന്യൂസ് വാല്യൂ ഉള്ള നമ്മൾ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമായിട്ടൊന്നും ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. വിയോജിപ്പുകളൊക്കെ വളരെ അഗ്രസീവ്ലി തന്നെ തുറന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വരുമ്പോൾ അത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പോരാ, മറ്റു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം പറയണം എന്നൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ളൊരു ബാലൻസ് ഒന്നും അല്ലല്ലോ ഷിബിലി നമ്മൾ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരുമ്പോൾ ആവാസം വിഷയം സംസാരിക്കുന്നു, മറ്റേതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അതെന്ത് ചെയ്യും സംസാരിക്കും. അല്ലാതെ ആ വിഷയം വരുമ്പോഴും നമ്മൾ മറ്റേ ചിലതിനെ എടുത്ത് ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല. അത്തരത്തിൽ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്, അതൊന്നും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. പിന്നെ വളരെ കർശനമായും വളരെ കൃത്യമായിട്ടൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ ശരിയാണെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഷാജഹാനെതിരെ ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ KM ഷാജഹാൻ നിരവധി വർഷങ്ങളായി പിണറായിക്കെതിരെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് ഒരു ശത്രുതാപരമായി ആണ് എന്ന് പോലും, അതായത് ഭയങ്കര വൈര്യനിരാജന ബുദ്ധിയോടുകൂടിയാണ് പിണറായിയെ കാണുന്നതെന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വീഡിയോകൾ നിരവധി കാലമായി ചെയ്തിട്ടുണ്ട്. അന്നേരം ഒന്നും പിണറായി എന്ത് ചെയ്തിട്ടില്ല, ഒരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ 2026 ഇലക്ഷനിൽ ഈ സെഗ്മെന്റ് ഓഫ് വോട്ടുകളെ, ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെന്റ് ഓഫ് വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലക്കാണ് ഷാജഹാനെ സ്ലോ ഡൗൺ ചെയ്യേണ്ടത്. ഇവർക്ക് വലിയ ആവശ്യമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു.